വീണ്ടും വാർത്തകളിലേക്ക്. കരുവാരക്കുണ്ട് GLP സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പരിശീലന ക്ലാസ് നടത്തി. SSAയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. We are very happy to say about this special LP school teachers empowerment program because more time we want to our officers and our department to conduct a special English teachers program, especially and other courses. So now we have got a golden chance to present and to share our feelings and to get we have got a chance to communicate as we can in this session. SSAയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ പഞ്ചായത്തിലെ 3-4 ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപകരാണ് പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം 1-2 ക്ലാസുകളിലെ അധ്യാപകർക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതിൽ 30ഓളം അധ്യാപകർ പങ്കെടുത്തു. GP ഹംസ, M കൃഷ്ണൻകുട്ടി, AM സുനീർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്ന് നടന്ന ക്ലാസ്സിൽ 20ഓളം അധ്യാപകർ പങ്കെടുത്തു. സുന്നി യുവജന സംഘം അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി സാന്ത്വനം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 11-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും പ്രമേഹരോഗ പ്രതിരോധ ചികിത്സാ ക്യാമ്പുമാണ് സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗനിർണയം നടത്തിയിട്ടുള്ള രോഗികളിൽ നിന്നിട്ട് ഏറ്റവും ദുർബലമായ ഒരു രോഗിയെ, ഒന്നിൽ കൂടുതലോ രോഗികളെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം അയാൾക്ക് നിത്യരോഗമാണെന്നും വലിയൊരു രോഗത്തിൻ്റെ അടിമയാണ് ഇയാൾ എന്നും ബോധ്യപ്പെട്ടാൽ ആ സർട്ടിഫിക്കറ്റ് മുഖേന ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 10,000 ഉറുപ്പികയുടെ വരെ സാമ്പത്തിക സഹായം എന്നല്ല മെഡിക്കൽ മരുന്നുകൾക്കുള്ള സഹായം അവർക്ക് നൽകുന്ന ഒരു കാർഡ് ഞങ്ങൾ അടുത്ത ദിവസം ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് വിതരണം ചെയ്യും. അതിൻ്റെ 2ാം നിരയിലുള്ള രോഗികൾക്ക് സംസ്ഥാന കമ്മിറ്റി തന്നെ 5,000 ഉറുപ്പികയുടെ പേയ്മെൻറ്റ് കാർഡ് മെഡിക്കൽ കാർഡായിട്ട് അവർക്ക് കൊടുക്കുന്നു. 3ാമതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് 3,000 ഉറുപ്പികയുടെ. അങ്ങനെ അത് ഓരോ രോഗത്തിൻ്റെയും നിർണയത്തിനും അതിൻ്റെ വാല്യൂടും അനുസരിച്ച് കൊണ്ടുള്ള രോഗനിർണയം നടത്തി ഡോക്ടർമാർ തരുന്ന സർട്ടിഫിക്കറ്റ് പ്രകാരം എത്ര ആളുകളുണ്ടെങ്കിലും അത്രയും ആളുകൾക്ക് ഈ ക്യാമ്പിൽ ഞങ്ങൾക്ക് ഈ ഒരു സൗകര്യം കൂടി ചെയ്തു വരുന്നുണ്ട്. പെരിന്തൽമണ്ണ അൽസലാമ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര ചികിത്സയും പൂക്കോട്ടുംപാടം പീപ്പിൾസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രമേഹരോഗ നിർണയ ക്യാമ്പുമാണ് നടത്തുന്നത്. പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന സാന്ത്വനം മെഡിക്കൽ ക്യാമ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വിഷയാവതരണം നടത്തും. ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ക്യാമ്പിൽ ചികിത്സയ്ക്കായി എത്തുന്നവരിൽ നിന്നും ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി ധനസഹായം വിതരണം ചെയ്യും. പൂക്കോട്ടുംപാടത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ സാന്ത്വനം അമരമ്പലം പഞ്ചായത്ത് കൺവീനർ PT ഉമ്മർ, SYS നിലമ്പൂർ മേഖലാ വൈസ് പ്രസിഡന്റ് കോമു മുസ്ലിയാർ, ഉമ്മർ കുനിക്കാടൻ, KP കുഞ്ഞാപ്പ എന്നിവർ പങ്കെടുത്തു. വേണം മറ്റൊരു കേരളം എന്ന വികസന ക്യാമ്പയിനിന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങൾക്കായി വീട്ടുമുറ്റത്തൊരു ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൂക്കോട്ടുംപാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആരോഗ്യ ക്ലാസ് പറയങ്കാടാണ് സംഘടിപ്പിച്ചത്. ക്ലാസിന് K രാജേന്ദ്രൻ, KV ദിവാകരൻ, P അരവിന്ദാക്ഷൻ, T ബാലൻ, CK സരോജിനി എന്നിവർ നേതൃത്വം നൽകി. അലങ്കാര കോഴികളുടെ കൃഷിയിൽ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് കരുവാരക്കുണ്ട് അയ്യപ്പൻകാവ് സ്വദേശി അഷ്റഫ് അലി. 20 രൂപ വിലയുള്ള ഗ്രാമലക്ഷ്മി മുതൽ 8,000 രൂപ വിലയുള്ള അമേരിക്കൻ ബാൻഡം വരെ ഇദ്ദേഹത്തിന്റെ ഫാമിൽ വിരിഞ്ഞിറങ്ങുന്നു. അയ്യപ്പൻകാവിലെ ഇഡ്ലിക്കുത്ത് അഷ്റഫ് അലി എന്ന മാനുട്ടി 4 വർഷം മുൻപാണ് കോഴിക്കൃഷി തുടങ്ങിയത്. കേരളത്തിനകത്തും പുറത്തും സഞ്ചരിച്ച് പരമാവധി ഇനങ്ങൾ ശേഖരിച്ചു. 2 അടി പൊക്കമുള്ള അസീൽ ഇനത്തിലെ അങ്കക്കോഴികൾ, വിവിധ നിറങ്ങളിലുള്ള സിൽക്കി കോഴികൾ, ചെറിയ കാലും വലിയ പൂവുമുള്ള സിൽവർ ലൈസ് തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ഫാമിലെ വിസ്മയ കാഴ്ചയാണ്. പോട്ടസ് ബാൻഡം, മില്ലി ഫ്ലവർ, പിസ്ലർ, ഫോളിഷ് ക്യാപ്പ്, ഇറ്റാലിയൻ ബാൻഡം എന്നിവ കോഴിയഴകിന്റെ മാതൃകയാണ്. നാടൻ ടർക്കി, ഗിനി, മുട്ടക്കോഴികളും ഫാമിലുണ്ട്. പുറമെ ആഫ്രിക്കൻ താറാവും ഇവയ്ക്ക് കൂട്ടായി ഇയാൾ വളർത്തുന്നു. ഭക്ഷണ പരിചരണ രീതികൾ തികച്ചും ശാസ്ത്രീയമാണ്. വൃത്തി കർശനമായി ഇദ്ദേഹം പാലിക്കുന്നു. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുമാണ് കോഴികൾക്ക് ആവശ്യക്കാർ ഏറെയും എത്തുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പിന്തുണയിൽ കൃഷി നടത്തുന്ന അഷ്റഫ് അലി കഴിഞ്ഞ വർഷം മാതൃകാ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 4 വർഷമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. നമ്മളടുത്ത് ഏകദേശം 20 ഐറ്റംസ് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കോഴികളുണ്ട്.
അതിൽ കൂടുതൽ പിന്നെ ഇഷ്ടപ്പെടുന്നത് സിൽക്കികളാണ്. സിൽക്കി വൈറ്റ്, സിൽക്കി ബ്ലാക്ക്, ഗോൾഡൻ, അങ്ങനെ 3 തരം സിൽക്കി. പിന്നെ സിൽവർ ലൈസ്, കൊച്ചിൻ ബാൻഡൻ, ഇറ്റാലിയൻ, അമേരിക്കൻ ബാൻഡൻ. അത് 20 രൂപ മുതൽ 8000 രൂപ വരെ വില വരുന്ന കോഴികൾ. കരുളായി കൃഷിഭവനിൽ ജനകീയാസൂത്രണ തെങ്ങുകൃഷിക്ക് രാസവളത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള കർഷകർ കൃഷിഭവനിൽ നിന്നും പെർമിറ്റ് കൈപ്പറ്റണമെന്ന് അധികൃതർ അറിയിച്ചു. കൃഷിവകുപ്പ് 2010-2011 വർഷത്തേക്കുള്ള സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഡിസംബർ 15-ാം തീയതിക്കകം കൃഷിഭവനുകളിൽ ലഭിക്കണം. നെൽക്കതിർ, കർഷകോത്തമ, വനിതാ യുവകർഷകൻ, കേരള കേസരി, ഹരിതമിത്ര, ഉദ്യാന ശ്രേഷ്ഠ, കർഷക ജ്യോതി, ഫ്ലവർ എക്സ്പോർട്ടർ, കർഷക തിലകം, ശ്രമശക്തി, കൃഷി വിജ്ഞാൻ, കർഷകമിത്ര, ക്ഷോണി സംരക്ഷണ, കർഷക ഭാരതി, ക്ഷീരധാനു, പോൾട്രി, ഹരിതകീർത്തി എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് തസ്തികയിലേക്ക് അന്ധതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കായുള്ള അർഹതാ നിർണയ കൂടിക്കാഴ്ച ഈ മാസം 15-ാം തീയതി രാവിലെ 8 മണിക്ക് PSC മലപ്പുറം ഓഫീസിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ കമ്പോള നിലവാരത്തിലേക്ക്. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 201 രൂപ 50 പൈസ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 2695 രൂപ, പവന് 21,560 രൂപ, വെള്ളി ഗ്രാമിന് 57 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വനമേഖലയോട് ചേർന്ന് സൗരോർജ്ജ വേലി. ഇടക്കാടിൽ കുടുങ്ങി വനത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയാത്ത ആനക്കൂട്ടം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിലെത്തി. ഡിവൈഎഫ്ഐ കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കേരള വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഓഫീസിലെ ഒഴിവ് നികത്തുക, ഭൂമി മുറിച്ചു വിൽപ്പന അവസാനിപ്പിക്കുക, ഭൂമാഫിയയെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു. SYS അമനമ്പലം പഞ്ചായത്ത് കമ്മിറ്റി സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 11-ാം തീയതി പൂക്കോട്ടുംപാടത്ത് നടക്കുന്ന ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധനയും പ്രമേഹരോഗ പ്രതിരോധ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.